മുറപ്പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 64. മാധവിൻ്റെ വക പെരുമാറ്റവും കൂടി കഴിഞ്ഞപ്പോഴേക്കും ആ അഞ്ചിൻ്റെയും പരുവം ഏകദേശം മാറിയിരുന്നു. നടക്കാൻ പോലും ആകാതെ അവർ മുറ്റത്ത് കിടന്നു. ഇടയ്ക്ക് ചുമച്ചു. വെള്ളത്തിനായി കെഞ്ചിയപ്പോൾ മാത്രം ഗാർഡൻ നനയ്ക്കുന്ന നീളമുള്ള പൈപ്പ് അവർക്ക് നേരെ എറിഞ്ഞുകൊടുത്തവൻ. അവർ മറിഞ്ഞും തിരിഞ്ഞും എങ്ങനെയൊക്കെയോ വെള്ളം കുടിക്കുന്നത് അവൻ ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ട് നിന്നു. ഒരു വീട്ടിൽ പണിക്ക് കയറുമ്പോൾ അവിടെയുള്ളവരുടെ മിനിമം ക്വാളിഫിക്കേഷനെങ്കിലും അറിഞ്ഞുകൊണ്ട് വരണ്ടേടാ മക്കളെ. കയ്യും കാലും അനക്കാൻ പോലും ആകാതെ വായും തുറന്നു വെച്ച് കിടക്കുന്നവന്മാരുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവൻ പുഞ്ചിച്ചു. സോപാനപ്പടിയിലിരുന്നു കൊണ്ട് കണ്ണൻ്റെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ടുകൊണ്ടിരുന്നതല്ലാതെ ചുമ്മാ അതിനിടയിൽ പിന്നീട് കയറുവാനായി പോയില്ല. അല്ലെങ്കിൽ തന്നെ അതിനുള്ള ആക്കവും പെണ്ണിനപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അവൻ്റെ ഭാഗത്തു നിന്നുള്ള കലാപരിപാടികളെല്ലാം കഴിഞ്ഞതും കണ്ണൻ തന്നെ നേരിട്ട് സ്റ്റേഷനിലേക്ക് വന്നവരുടെ കാര്യങ്ങൾ വിളിച്ചറിയിച്ചു. 10 മിനിറ്റിനുള്ളിൽ തന്നെ പോലീസുകാർ വന്നു ആ 5 പേരെയും തൂക്കിയെടുത്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോയി. എന്തായിരുന്നു അവരുടെ ആവശ്യം? അവരാരാണെന്നും അവരുടെ ഇങ്ങോട്ടേക്കുള്ള വരവിൻ്റെ പിന്നിലുള്ള കാരണവും വ്യക്തമായിരുന്നെങ്കിലും കണ്ണൻ ഒരു ഉറപ്പിനു വേണ്ടി ഉമ്മറത്തിരിക്കുന്നവളോട് വെറുതെ ചോദിച്ചു. അവരുടെ സാറിനെ ജയിലിൽ കിടത്തിയിട്ട് വീട്ടിൽ കയറി പാത്തിരിക്കുന്ന മാധവകൃഷ്ണയെ അവർക്ക് വേണമെന്ന്. സോപാനപ്പടിയിൽ ചാരിയിരിക്കുന്നവൾ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി മെല്ലെ പിറുപിറുത്തു. അവളുടെ അരികിലായി ഇരുന്നു കൊണ്ട് ഒന്നമർത്തി മൂടിയതേയുള്ളൂ കണ്ണൻ. പിന്നീട് എന്തൊക്കെയോ ഗൗരവകരമായ ആലോചനയിലേക്ക് ചെക്കൻ വഴുതി വീണു. ഇരുവരുടെ ഇടയിൽ കുറച്ച് നിമിഷങ്ങൾ മൗനം നിറഞ്ഞു. അപ്പോഴാണ് പെണ്ണിൻ്റെ കണ്ണുകൾ വെറുതെ മാധവിൻ്റെ മുഖത്തേക്കൊന്ന് പാളി വീണത്. ആകപ്പാടെ ക്ഷീണിച്ച മുഖം, മുടി പോലും അങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ഇട്ടിരിക്കുന്ന യൂണിഫോം പോലും മുഷിഞ്ഞാണ് ഇരിക്കുന്നത്. കണ്ണിന് ചുറ്റും ചെറിയ രീതിയിൽ കറുപ്പ് നിറം പടർന്നിട്ടുണ്ട്. ഉറക്കക്ഷീണവും ഡ്യൂട്ടി ഭാരവും ആളിനെ വല്ലാതെ തളർത്തിയതുപോലെ. ഇതുപോലെ തളർന്ന അവസ്ഥയിൽ ഒരിക്കലും താൻ കണ്ണേട്ടനെ കണ്ടിട്ടില്ലെന്ന് ചുമ്മാ അപ്പോൾ മനസ്സിലോർത്തു. ചിലപ്പോൾ ശത്രുക്കൾ എങ്ങനെ വീട്ടിൽ കയറി ഇറങ്ങുന്നതിലുള്ള ആദിയാവാം ഉള്ളിൽ. അല്ലെങ്കിൽ ഇന്ന് ടൗണിൽ നടന്ന എല്ലാത്തിനെക്കുറിച്ചുള്ള ചിന്തയുമാകാം. എനിക്ക് ഉറക്കം വരുന്നു, പോണു. ഒട്ടൊരു നെടുവീർപ്പോടെ ചുമ്മാ മെല്ലെ അവിടെ നിന്ന് എഴുന്നേൽക്കാനായി തുടങ്ങി. ഇനിയും അവിടെ ഇരുന്നാൽ ശരിയാവില്ലെന്ന് പെണ്ണിന് തന്നെ തോന്നിയിരിക്കണം. നിക്ക്. പൊടുന്നനെയുള്ള ചെക്കൻ്റെ ആ ആജ്ഞയിൽ അവൾ എഴുന്നേൽക്കാനാവാതെ അവിടെ തന്നെ ഇരുന്നു പോയി. അത്രമേൽ ഗാംഭീര്യമായിരുന്നു മാധവൻ്റെ ശബ്ദത്തിനപ്പോൾ. എന്താ? പെണ്ണിൻ്റെ നെറ്റിയിൽ സംശയത്തിൻ്റെ ചുളിവുകൾ വീണു. അവന്മാർ വന്നത് ശരി, പക്ഷേ നീ ആരോട് ചോദിച്ചിട്ടാ ഈ വീടിന് വെളിയിലിറങ്ങിയത്? മുഖം വളരെ ശാന്തമാണെങ്കിലും അവൻ്റെ സംസാരത്തിലെ മുറുക്കം ചുമ്മുവിന് നന്നായി അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. തോന്നിയിരുന്നു ഇങ്ങനൊരു ചോദ്യം വരുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഉറക്കം വരുന്നെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാൻ നോക്കിയതും. പക്ഷെ കയ്യോടെ പിടിച്ചിരിക്കുന്നു. അവൾ വിരലുകൾ കൊണ്ട് നെറ്റി ഒന്ന് ഒഴിഞ്ഞുവിട്ടു. നിന്നോടാ ചോദിച്ചത്. നിനക്ക് വയ്യാതിരിക്കുന്ന ഈ നേരം, അതും രാത്രി സമയത്ത്, വാതിലും തുറന്ന് വീടിന് പുറത്തിറങ്ങാൻ നിന്നോടാരെല്ലാം ആവശ്യപ്പെട്ടോ? ഇത്തവണ അവൻ്റെ ശബ്ദത്തിന് തെല്ലും മയയില്ലായിരുന്നു. അവൻ്റെ തുറച്ചുനോട്ടം ഏറ്റതും പെണ്ണിൻ്റെ കണ്ണൊന്ന് കുറുകി. അത് പിന്നെ കണ്ണേട്ടനാണെന്നും പറഞ്ഞ ഞാൻ പോയി വാതിൽ തുറന്നേ. വളരെ അലസമായി ഉള്ള കാര്യങ്ങൾ പെണ്ണ് വെട്ടിത്തുറന്നു പറഞ്ഞു. ഞാൻ വന്നെന്നോർത്തോ? അത് കേട്ടതും കണ്ണൻ്റെ മുഖത്തെ മുറുകം തെല്ലൊന്നയഞ്ഞു. പക്ഷേ അവിടെയപ്പോൾ ആകാംക്ഷയും അമ്പരപ്പും അത്ഭുതവും ഒക്കെ കൂടിക്കലർന്ന ഒരു ഭാവമായിരുന്നു. അവൾ തനിക്ക് വേണ്ടി നോക്കിയിരുന്നെന്നോ? തന്നെ കാണാൻ വേണ്ടി ഇപ്പോൾ ഉറങ്ങാതെ കാത്തിരുന്നെന്നോ? അപ്പോൾ വേദൂട്ടിക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, ഇഷ്ടവും ഉണ്ട്. പുറത്ത് കാട്ടാത്തതാണ്. അല്ലെങ്കിൽ ഈ പാതിരാത്രി ഞാനാണെന്നും പറഞ്ഞ് വാതിൽ തുറന്ന് നോക്കില്ലായിരുന്നല്ലോ. കണ്ണൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. എങ്കിലും ചുണ്ടിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചിരിയെ അവൻ മനഃപൂർവ്വം പുറത്തേക്ക് കാട്ടിയില്ല. അടക്കി പിടിച്ചിരുന്നു. പകല് മുഴുവനും കിടന്നുറങ്ങിയത് കൊണ്ട് എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല.
ഉറക്കം വരാതെ വീടിനുള്ളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴാണ് മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കുന്നതിൻ്റെ ശബ്ദം കേട്ടത്. ഈ പാതിരാത്രിയിൽ നിങ്ങളല്ലാതെ വേറെ ആര് വരാനേ ഇങ്ങോട്ട്? നിങ്ങൾ വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ വീട്ടുകാർ ഉണരില്ലേ? പാവം, അവരെല്ലാവരും കിടന്നത് തന്നെ പാതിരാത്രി 1 മണി കഴിഞ്ഞപ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ വേഗം പോയി വാതിൽ തുറന്നത്. അവൾ യാതൊരു ഭാവമാറ്റവും കൂടാതെ പറഞ്ഞു. പക്ഷേ അപ്പുറത്തിരിക്കുന്നതിൻ്റെ മുഖം ചുമ്മുവിൻ്റെ വാക്കുകൾ കേട്ടതും പൊടുന്നനെ വിവരണമായി. ഇത്തിരി മുൻപ് സ്വപ്നങ്ങൾ കൊണ്ട് താൻ കെട്ടിയ ചീട്ടുകൊട്ടാരം ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാകുന്നത് കണ്ണൻ വേദനയോടെ കണ്ടു നിന്നു. എങ്കിലും അതും അവൻ ഉള്ളിലടക്കിയതേ ഉള്ളൂ. പുറത്തേക്ക് കാട്ടുവാൻ കണ്ണൻ മടി കാട്ടി. പക്ഷെ മറ്റൊരു കാര്യം നടന്നു. മാഞ്ഞുപോയ ദേഷ്യം അതിൻ്റെ 10 മടങ്ങ് വേഗത്തിൽ അവൻ്റെ മുഖത്തേക്ക് ഇരിച്ചു കയറി. വീട്ടിൽ വരുന്നത് ആരാണെന്ന് നോക്കാനുള്ള സാമാന്യ മര്യാദ പോലും നിനക്കില്ലേടി? അതും ഈ പാതിരാത്രിയിൽ. പനി പിടിച്ച് പൊങ്ങാൻ വയ്യാതെ കിടന്നവളല്ലേ നീ? എന്നിട്ട് കണ്ടവന്മാരെയൊക്കെ സ്നേഹിക്കാൻ പോയിരിക്കുന്നു. നിനക്കെന്താ വേദൂട്ടി പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിനക്കെന്തേലും പറ്റിയിരുന്നെങ്കിലോ? ഇത്രയും മനുഷ്യരുള്ള വീട്ടിലേക്ക് രണ്ടും കൽപ്പിച്ചുകൊണ്ട് വന്ന് കയറണമെങ്കിൽ എത്ര ഇതായിരിക്കും അവന്മാർ. ഇത്ര പറഞ്ഞാലും കേൾക്കത്തില്ല എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? കണ്ണൻ അവളുടെ നേരെ ചാടി കടിക്കാൻ ചെന്നു. അതിനിപ്പോൾ എനിക്കൊന്നും പറ്റിയില്ലല്ലോ. അവൻ്റെ ദേഷ്യപ്പെടലിൽ നീരസം തോന്നിയവൾ ഉടൻ തന്നെ സോപാനപ്പടിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. പറ്റിയിരുന്നെങ്കിലോ? അപ്പോൾ എന്ത് ചെയ്തേനെ? എന്തേലും ഒരു കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞു തരുമ്പോൾ ഈ തർക്കുത്തരം പറയുന്നതാണ് നിൻ്റെ കുഴപ്പം. അവനെ എഴുന്നേറ്റ് നിന്ന് പെണ്ണിന് നേർക്ക് വിരൽ ചൂണ്ടി. പറ്റിയിരുന്നെങ്കിൽ കണ്ണേട്ടൻ എന്താ? കണ്ണേട്ടൻ ഒരു കുഴപ്പവും വരാനില്ലല്ലോ. കണ്ണേട്ടൻ എന്നോട് ഇങ്ങനെ കിടന്ന് ചാടിക്കടിക്കേണ്ട ഒരാവശ്യവും ഇപ്പം ഇവിടെ ഇല്ല. അവൾക്കും വാശി തോന്നി. അവനെ വാക്കുകൾ കൊണ്ട് ജയിക്കുവാൻ വേണ്ടിയുള്ള വാശി. ആണോടി? അങ്ങനാണോടി? നിനക്ക് വല്ലതും പറ്റിയ എനിക്കൊന്നുമില്ലേ? അങ്ങനെയാണോ നീ എന്നെക്കുറിച്ച് കരുതിയത്? കണ്ണൻ ദേഷ്യത്തോടെ 2 ചാട്ടം ചാടി. അതെ, അങ്ങനെ തന്നെയാണ് ഞാൻ കരുതി വച്ചിരിക്കുന്നത്. അതിനിപ്പോൾ ഒരു മാറ്റം വരാനും പോകുന്നില്ല. അവൻ്റെ ഒപ്പത്തിനൊപ്പം നിന്ന് അവളും ചീറി. നീയൊന്നും മനുഷ്യൻ്റെ ജന്മവേ അല്ല. ഒന്നാമത് 2-3 ദിവസത്തെ യാത്രാക്ഷീണം, അതിൻ്റെ കൂടെയുള്ള ഉറക്കമില്ലായ്മ, അതും പോരാഞ്ഞിട്ട് ഡ്യൂട്ടിയുടെ ടെൻഷൻ, എല്ലാത്തിൻ്റെയും കൂടെ ചുമ്മുവിൻ്റെ ഈ അവഗണനയും കൂടി ആയപ്പോഴേക്കും കണ്ണന് സ്വയം നഷ്ടപ്പെട്ടിരുന്നു. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അവന്മാൻ എന്നെ ഇങ്ങ് ഇല്ലാതാക്കിയിരുന്നെങ്കിൽ കണ്ണേട്ടൻ എന്താണ് കുഴപ്പം പറ്റുക? നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതേലും ശാലീനസുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് അമ്പൂറ്റിയമ്മ നിങ്ങൾക്ക് തന്നോണം. അല്ല പിന്നെ. പറഞ്ഞ് നാവകത്തിട്ടില്ല. അതിന് മുന്നേ തന്നെ ചുമ്മുവിൻ്റെ കവിളിൽ പിടിച്ച് അവൻ ചുവരനോട് ചേർത്ത് നിർത്തിയിരുന്നു. അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ പതറിപ്പോയവൾ ശ്വാസം പോലും വിടാൻ ആ നേരം മറന്നുപോയിരുന്നു. എന്താടി പുല്ലേ നീ പറഞ്ഞേ? കണ്ണൻ്റെ മുരളിച്ച കേട്ടപ്പോഴാണ് അത്രയും നേരം ഞെട്ടലിരുന്നവൾ പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് വന്നത്. അവളെ തടയുവാനായി വലം കൈ ഉയർത്തിയവളുടെ നോട്ടം പൊടുന്നനെ അവൻ്റെ ചുവന്നു കലങ്ങിയ കണ്ണുകളിലേക്കും ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന അവൻ്റെ മുഖത്തേക്കും ഒരു നിമിഷം പാറി വീണു. അവൾ അറിയാതെ തന്നെ അവളുടെ വലം കൈ താഴേക്ക് ഊർന്നുപോയി. എന്താടി കോപ്പെ നിനക്കറിയണ്ടേ? നീ പോയാൽ എനിക്ക് എന്താണെന്നോ? കണ്ണൻ്റെ വേറിട്ടുള്ള ആ ഭാവം ചുമ്മുവിനെ ആദ്യമായി ഒന്ന് പേടിപ്പെടുത്തി. ആ കണ്ണുകളിൽ കനലാണ്, ആരെയും ചുട്ട് ചാമ്പലാക്കാൻ പോകുന്ന കനലുകൾ. അവൻ്റെ നോട്ടത്തിൽ താൻ ദഹിച്ചു പോലും എന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. പുറത്തെ കൊടുന്തണുപ്പിലും അവൻ്റെ ചെന്നിയിൽ കൂടി ഒഴുകിയിറങ്ങുന്ന വിയർപ്പുതുള്ളികൾ മാത്രം മതിയായിരുന്നു അവൻ്റെ ഉള്ളിലെ അഗ്നിയുടെ ആളിക്കത്തലുകൾ അറിയാൻ വേണ്ടി. ആ മുഖം കടുത്ത ദേഷ്യത്താൽ വിറയ്ക്കുകയാണ്. അതിനനുസരിച്ച് തൻ്റെ ദേഹത്തുള്ള അവൻ്റെ കൈകളും. ഒരു വല്ലാത്ത ഭാവം ആ മുഖത്ത് പ്രതിഫലിക്കുന്നത് ചുമ്മുവിന് കാണുവാൻ കഴിഞ്ഞു. തന്നിലേൽക്കുന്ന അസഹ്യമായ നീറ്റലും മറന്ന് അവൾ നിശ്ചലമായി നിന്നുപോയി. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ, അടുത്ത പാട്ടുമായിട്ട് വേഗം വരാൻ കേട്ടോ.